ഹലോ ഗൈസ്, കെ പി ദിസ് സൈഡ്. അപ്പോൾ രാവിലെ തന്നെ എന്തിനാ എല്ലാവരും ഇത്ര തിരക്ക് പിടിച്ച് ഓടി നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മുടെ സീനിയേഴ്സിന്റെ ഫെയർവെൽ ഡേ ആണെന്ന്. അവർക്ക് ഫെയർവെൽ കൊടുക്കുന്നതാരാ? നമ്മളും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഔട്ട് ഗോയിങ് BSc സ്റ്റുഡൻസ്. ഏകദേശം 4 വർഷത്തെ ഇവിടുത്തെ കഠിന തടവിന് ശേഷം അവരെങ്ങനെ പുറത്തേക്ക് പോവുകയായി സുഹൃത്തുക്കളെ. അതിന്റെ ഒരു സന്തോഷം ഇവരുടെ എല്ലാവരുടെയും മുഖത്ത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഔട്ട് ഗോയിങ് GNM സ്റ്റുഡൻസിനെയാണ്. ദാ ഈ സ്ലോ മോഷനിൽ വരുന്നതാണ് നമ്മുടെ ചേട്ടന്മാർ. പിന്നെ ദാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു BSc ബാച്ച്. എന്തൊക്കെ പറഞ്ഞാൽ ഇവരെയൊക്കെ സമ്മതിച്ച് കൊടുത്തേ പറ്റൂ. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിന്റെ പുറത്ത് വെറുതെ നേഴ്സിംഗ് എടുത്ത് പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്ത് പുറത്ത് പോവുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് തന്നെയാണ്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ചെയർമാൻ ഇങ്ങനെ വന്നെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. പിന്നെ അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് കുറച്ച് വെൽക്കമിങ് പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഈ കാണുന്ന ഓരോരുത്തരും നമ്മളുടെ ഓരോ ഫാക്കൽറ്റീസാണ്. എല്ലാവരും ഇന്ന് നല്ല സന്തോഷത്തിലാണ്. അങ്ങനെ ഏകദേശം ഒരു 10:30 ആയപ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ട് ഇതായി ഒരുങ്ങി നിൽക്കുന്ന പെൺപിള്ളേരെ കണ്ടു. ഇവരൊക്കെ എൻ്റെ ക്ലാസ്മേറ്റ്സ്. അങ്ങനെ അധികം വെച്ച് നീട്ടാതെ ഇനി നമുക്ക് നമ്മുടെ സീനിയേഴ്സിനെ വെൽക്കം ചെയ്യാം. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓഡിറ്റോറിയം അങ്ങനെ ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു പ്രേയറിൽ നിന്ന് അങ്ങനെ തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ ചെയർമാനെ പൊന്നാടാണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഡാൻസിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ ഓരോരോ ബാച്ചിന്റെ ഡാൻസ് അങ്ങനെ നിരനിരയായി വന്നുകൊണ്ടിരുന്നു. ടു ബി ഓണസ്റ്റ് എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പ്രിൻസിയൊക്കെ കണ്ടങ്ങടെ ആസ്വദിക്കായിരുന്നു. പിന്നെ നമ്മുടെ പിള്ളേരുടെ കാര്യം അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും നല്ല വൈബ്. ഇനി ഇവരൊന്നും ഇങ്ങനെ കാണാൻ കിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷയം. എൻ്റെ അടുത്ത പരിപാടിയൊക്കെ ചുമ്മാ കളറായിരുന്നു. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ പേർ സ്റ്റേജിന്റെ അകത്ത് ഡാൻസ് കളിക്കുന്നു, വേറെ കുറേ പേർ സ്റ്റേജിന്റെ പുറത്ത് ഡാൻസ് കളിക്കും. എന്തൊക്കെയാണെങ്കിലും ഡാൻസ് അത് മസ്റ്റ്. അങ്ങനെ അവസാനം നമ്മളും കളിച്ചൊരു ഡാൻസ്. ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഈ ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഫുൾ ഓണായിരുന്നു. ഡാൻസും പാട്ടും ബഹളവും. അങ്ങനെ സമയം പോയത് അറിഞ്ഞേയില്ല. അങ്ങനെ ഏകദേശം ഒരു ഉച്ചരയൊക്കെ ആയപ്പോഴത്തേക്കും പരിപാടി ഓൾമോസ്റ്റ് അങ്ങനെ എൻ്റെ ആവാറായി. ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പരിപാടി അങ്ങനെ തീർന്നു. യെസ്, അപ്പോൾ അങ്ങനെ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകും. പിന്നെ ഈ വരുന്നത് അജിത്ത് ആൻഡ് ദിസ് ഈസ് അണ്ണാമലൈ. ഉമാർഡി ക്യാമ്പസിലെ അവസാന ദിവസമാണെന്ന്. അങ്ങനെ അതും കഴിഞ്ഞു. ഓക്കെ, ബൈ.